നമ്മളിവിടുന്ന് യാത്ര പറയുകയാണ്. ഒരാൾ കൂടെ എടുക്കാൻ വിടാതെ കയറിയിരിക്കുന്നു. നോക്ക്, സമരം ചെയ്യുക. അവളുടെ വീട് വിട്ട് അവനത്ര ഹൈറ്റ് ആയത്. ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടോ, എനിക്ക് വയ്യ, വെയിറ്റ് കൂടിയോണ്ട് മുട്ടായി ഇരിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല എക്കോ ഉണ്ട് കേട്ടോ. അപ്പം ആശ നമ്മുടെ ഇവിടെ 3 ദിവസമായിട്ടുണ്ട്. 3 അല്ലേ? 3 ദിവസമായി കേട്ടോ. അപ്പൊ നമ്മള് നല്ല എക്കോ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഈ വീട്ടിൽ നിന്ന് എല്ലാ സാധനവും ഇപ്പൊ ഞാൻ സമിതി വീട്ടിൽ തനിച്ചായി കേട്ടോ. ഞങ്ങളുടെ പാത്രങ്ങള് അപ്പൊ ഇവിടുത്തെ എല്ലാ സാധനവും ഇറക്കി നമ്മള് പുതിയ വീട്ടിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ അത് നട്ടു വെക്കണം. അതായത് ഇവിടുന്ന് പറിച്ചോണ്ട് പോയി അവിടെ നടുവാന്നുണ്ടല്ലോ. അതെ, എന്റെ 3 ദിവസമായി ഏകദേശം ഉറങ്ങിയിട്ടും കാര്യങ്ങളൊക്കെ. അതിന്റേതായ ക്ഷീണവും കാര്യങ്ങളെല്ലാം മുഖത്തുണ്ടല്ലേ. പിന്നെ നല്ല ടയർഡായിരുന്നു. എന്നാലും അതാണ് 2 ദിവസം വീഡിയോ ഇടാൻ മാക്സിമം വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. നമുക്ക് അനങ്ങാൻ പോലും സമയത്തില്ലേ. എല്ലാ സാധനം എടുത്തു മാറ്റി മാറ്റി സാധനം. എന്റെ അമ്മോ, ഇത്ര സാധനം ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സാധനങ്ങൾ മേടിച്ചു സാധനം. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ മിക്കി മാത്രമേ ഇവിടെ ഉള്ളൂ. മിക്കിയുടെ കൂടെ ഒക്കെ കൊണ്ടുപോകണം. പിന്നെ ഇവിടെ എല്ലാം തൂത്ത് തുടച്ചു. നമ്മളിവിടെ ഇറങ്ങുമ്പോൾ എന്തായാലും നല്ലപോലെ പുതിയൊരു വാടകക്കാർ വരുമ്പോൾ ഒത്തിരി ക്ലീൻ ആക്കാത്ത രീതിയിൽ, അതായത് നമ്മളെല്ലാം തൂത്ത് തുടച്ചിട്ട് പോകണം. ഞങ്ങൾ രണ്ടുപേരും തൂത്ത് തുടയ്ക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ. എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നാൽ അതെ, വലിയ വൃത്തികേടായിട്ടൊന്നും കിടപ്പൊന്നുമില്ല. എല്ലാം തൂത്ത് തുടയ്ക്കുക, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലോടൊക്കെ ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് ഇവിടെ നമുക്ക് എല്ലായിടത്തും യാത്ര പറയണം. ഒത്തിരി വിശേഷങ്ങളുണ്ട്. എല്ലാവർക്കും വിഷമമാണ്, ചുറ്റുമുള്ള എല്ലാവർക്കും വിഷമമാണ് കേട്ടോ. ഇന്നലെ ആണെങ്കിൽ അപ്പുറത്തുള്ള കുഞ്ഞുങ്ങൾ അമ്മമാരുടെ കണ്ണെല്ലാം നിറഞ്ഞ് ആമീനെ ലച്ചനെ മിസ് ചെയ്യുന്നതുകൊണ്ട് അമ്മമാരെല്ലാം എപ്പോഴും എടുത്തോണ്ട് നടക്കട്ടെ. അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവരെ കാണിക്കാം. ഇപ്പൊ അവർ സ്കൂളിൽ പോയേക്കുവാണ്. ബാക്കി അമ്മയും ചിറ്റാമ്മയും കുഞ്ഞുങ്ങളും എല്ലാം അവിടെയാണ് കേട്ടോ. അച്ഛൻ ജോലിക്ക് പോയി രാവിലെ. അപ്പം ബാക്കി വിശേഷങ്ങളോടൊക്കെ പോലെ യെസ് അവിടെ തുറന്നു വിട്ടപ്പോണ്ട് കുളിപ്പിച്ചിട്ടേ രാവിലെ അച്ഛൻ വന്ന് മിക്കിക്ക് വെള്ളവും കൊടുത്ത് അവനെ തുറന്നു വിട്ടിട്ടേ. അതെ, മിക്കിയെ കുളിപ്പിച്ചു കേട്ടോ. എന്റെ ചെക്കനും കുളിച്ചിട്ടുണ്ട്. ഒരാൾ കൂടെ എടുക്കാൻ വിടാതെ കയറിയിരിക്കുന്നു. നോക്ക്, സമരം ചെയ്യുക. അവളുടെ വീട് വിട്ട് വരില്ലെന്ന്. അവളുടെ വീട് എടുക്കാൻ നോക്ക്. ഇത്രയും നാൾ അവൾ ഇവിടെ കിടന്നിരുന്നത്. എന്നിട്ട് പക്ഷെ അവളാ നോക്ക്. മാറിക്കേ, കൂടെ എടുത്ത് മാറ്റട്ടെ. അയ്യോ, ആളെ നിന്റെ കൂട് മറച്ചിട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്തേ? ചെല്ലേ, വാ മിക്കി വാ. കേറ്, കൂട്ടി കേറ്. വാ കേറ്, ഇവിടെ വാ. കൂട്ടിക്കാറ് ഇപ്പൊ തുറക്കാൻ നിന്നെ കേട്ടോ. നീ അല്ലെങ്കിൽ മൊത്തം ചെളിയാക്കുന്നേ. മൊത്തം മാറ്റാ. ഇത് എങ്ങനെ എടുത്ത് മാറ്റൂടെ? എന്റെ അമ്മ അന്യായ സാധനം. നമ്മൾ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വർഗമാണ് കേട്ടോ ഇത്. ഞങ്ങൾ മൊത്തം തൂത്ത് തുടച്ച് ഞാൻ സമയം ഇട്ടേക്കാണ് കേട്ടോ. അവർ ഓൾറെഡി ഒന്ന് തൂത്തായിരുന്നു, എങ്കിലും ഒന്നുകൂടെ തൂത്ത് തുടയ്ക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് തുടച്ചാണ് കേട്ടോ. ഇത് ചിറ്റാമ്മയുടെ റൂമായിരുന്നു, വാവച്ചിയുടെ റൂമായിരുന്നു. നമുക്കിത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ പുരാരിയുടെ ആമിച്ചിൻ്റെയൊക്കെ റൂമായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കി നല്ല ഭംഗിയായിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും വെട്ടമില്ല, എല്ലാം എടുത്ത് മാറ്റിയോണ്ടേ. ബൾബെല്ലാം നമ്മൾ ഊരിയല്ലോ. ഇനി ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നേ. നിങ്ങൾ ഓൾറെഡി ഹോം ടൂർ കണ്ടാണല്ലോ, എങ്കിലും ഇനി ഇത് കാണാൻ പറ്റൂല്ലോ. ആണോ? ഇനി നമ്മുടെ അടുക്കളയെല്ലാം മൊത്തം മാറ്റി കേട്ടോ. മൊത്തം തൂത്ത് ഉടച്ച് സെറ്റാക്കി. മേലോട്ട് ഇവിടെ ആയിരുന്നു നമ്മുടെ ആ ഫോട്ടോ ഇരുന്നത് കേട്ടോ. മേലോട്ട് കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ ഹോള് കേട്ടോ. നല്ല എക്കോ ഉണ്ട് ഇപ്പോൾ.
കംപ്ലീറ്റ് ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് വീട് വന്ന് കണ്ട പോലെ ഇല്ലേ, ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു സ്വർഗ്ഗം കേട്ടോ. എൻ്റെ കുഞ്ചൂസിൻ്റെ അമ്മയുടെ ലച്ചുവിൻ്റെ റൂം കേട്ടോ. ഇതായിരുന്നു. ഇവിടെ അച്ഛൻ കിടക്കുമായിരുന്നു. ഞാൻ വെല്ലുമെച്ച് ചാച്ചനൊക്കെ വരുമ്പോൾ അവരിവിടെ കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങോട്ട് ചെറിയ ബാൽക്കണി നമ്മുടെ കിളിയൊക്കെ അവിടെയായിരുന്നു കേട്ടോ. അവിടെ എല്ലാം തൂത്ത് അടച്ച് മൊത്തം നല്ല ഭംഗിയാക്കിയിട്ടിട്ട് നമ്മളിവിടുന്ന് യാത്ര പറയുകയാണ്. ടേറ്റാ. വിഷമമുണ്ട്. ഒന്നുകൂടെ വൈകിട്ട് വരും കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ബാക്കി കാണാവേ. മിക്ക എല്ലായിടത്തും യാത്ര പറഞ്ഞിട്ട് അതെ അവൻ അത്ര ഹൈറ്റ് ആയതുകൊണ്ട്. ആ കേറ് കേറിക്കോ. കാറിനകത്ത് ഇടയില്ല കേട്ടോ. കാറ് ഫുള്ളും നിറഞ്ഞിരിക്കും അതിനകത്ത് മൊത്തം സാധനം. എല്ലാവർക്കും യാത്ര പറഞ്ഞോടാ, പറഞ്ഞോ. അങ്ങനെ താണ്ടെ ലോഡെല്ലാം കയറ്റി നമ്മള് താണ്ടെ ആ വണ്ടി ഫ്രണ്ടിൽ പോന്നു, നമ്മുടെ വണ്ടി പുറകിലോട്ട് എടുക്കുന്നു. ഇവിടെയുള്ള എല്ലാ സാധനവും എടുത്തു മാറ്റി. മിക്കി എങ്ങോട്ടാ? എങ്ങോട്ടാടാ? എന്നാ ഞങ്ങള് സാധനമൊക്കെ കേട്ടോ. നമ്മുടെ തൊട്ട് പുറകെ മിക്കി വരുന്നുണ്ട്. കട്ടയും കൂടും എല്ലാം പൊക്കി കയറ്റി. അവിടുന്ന് എല്ലാരും യാത്രയും പറഞ്ഞു വന്നു. യാത്ര പറയാ ബാക്കിയുള്ള എല്ലാവർക്കും വിഷമം. ഇനി നമുക്ക് തിരിച്ചു വരണം കേട്ടോ. അവിടെ എല്ലാം ഇറക്കി വെച്ചിട്ട് എല്ലാരും ഒന്ന് വൃത്തിയായിട്ട് എല്ലാം മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരണം. എല്ലാരോടും യാത്ര ഇതുവരെ പറഞ്ഞില്ല കേട്ടോ. ഇവിടത്തെ വർക്കും കഴിഞ്ഞു വിടുന്ന സാധനം എല്ലാം ശരിയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്ന ഒരു ഫീലാ അല്ലേ? അതെ, നല്ല ആൾക്കാർ കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ. എല്ലാവരും സ്നേഹമുള്ളവര്. നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമ്മള് സാധനം കയറ്റാൻ തുടങ്ങിയപ്പോ തൊട്ട് എല്ലാരും ഒന്ന് നല്ല സഹായിക്കുക എല്ലാം ചെയ്തന്നെ, എടുത്തു കയറ്റാനും. ഇനി അങ്ങനെ ഒരു ആൾക്കാരെ കിട്ടും. അതെ, എവിടെ പോയി ഇതൊക്കെ ഭാഗ്യമായി. നല്ല ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇവിടുത്തെ ഉള്ള നാട്ടുകാരൊക്കെ നല്ല സ്പെഷ്യൽ ആയിരുന്നു. ഇപ്പൊ രാവിലെ തന്നെ ഇവിടെ വീട്ടിൽ ആളില്ല. ആ അപ്പുറത്തെ വീട്ടിലെ അമ്മയും അച്ഛനും വന്ന് മിക്കി കൂട്ടിൽ നിന്ന് അയച്ചു വിട്ട് അവന് വെള്ളവും കൊടുത്ത് ബിസ്ക്കറ്റും കൊടുത്ത് വന്നപ്പോ തന്നെ രാവിലെ പറഞ്ഞു. ആ ശോഭമ്മയൊക്കെ അതെല്ലാം ഇതല്ലേ. വൈകിട്ട് നമുക്ക് കരച്ചിലൊക്കെ കാണാം. ഇനി പോയിട്ട് പോയിട്ട് സാധനമൊക്കെ ഇറക്കി വെച്ച് പട്ടിക്കൂടൊക്കെ ഇറക്കി വെച്ചിട്ട് ഇനി വരാം. ഇന്നടി അടങ്ങിയിരിക്കേ. പുതിയ വീട്ടിലോട്ട് അയ്യോ, മിക്കിയുടെ ഇത്രയും നേരം കാണാതെ അവന് കണ്ടപ്പോ ഉള്ള ഇത് നോക്ക്. പേടിയാണേ. മാറിക്കാട് അവള് ചാടുവന്ന് നോക്കാം. മാറിക്ക അവള് വിക്കി ഇറങ്ങിക്കേ. ആ പുതിയ വീട്ടിലോട്ട് വന്നു. ആ പുതിയ സ്ഥലം നോക്കും. മിക്കി ബാ കൂട്ടിക്കയറിക്കേ. മിക്കി അത് കൂട്ടിക്കയറി. ബാ ബാ ഇവിടെ വാ, ഇവിടെ വാ. അവന്റെ സ്ഥലമൊക്കെ മാറിയപ്പം ആ പരിചയമില്ലാത്ത സ്ഥലം. കൂട്ടിക്കയറിക്കേ, കൂട്ടിക്കയറി. ആ കൂട് വന്ന് നോക്കുന്ന നോക്കടാ മിക്കി. കൂട്ടിക്കയറി. എന്താടാ അയ്യോ, ആമീനെ എടുക്കാതെ ഇക്കീനെ എടുത്തോണ്ട് പോയ രാമിക്ക് ദേഷ്യം. അതൊക്കെ പതുക്കെ ഇല്ല, അവള് നോക്കട്ടെ. അപ്പോ എന്തോ മഹാസംഭവം കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കേട്ടോ. എന്തിയേ എന്തിയേ സാധനം എന്തിയേ എന്തിയേ ഇവിടെ ഈ 500. അവൻ താഴെ ഉണ്ട്, അവനെ വിളിച്ച അപ്പുവേ. അപ്പു അപ്പു
ഇത് തേച്ച് കഴിയട്ടെ. ഇതിന്റെ മണ്ടയ്ക്ക് എങ്ങനെ കയറി? ഇതേ ചവിട്ടടി. 500 ലിറ്ററിന്റെ ടാങ്കിനകത്ത് ആ ചെറുക്കം മുതി ചെറുക്കം പിടിച്ച് കയറി ഇരിപ്പുണ്ട്. ഓ ഞാൻ ബ്രഹ്മാവോ എന്റെ ബെഡ് മാത്രമേ ഉള്ളൂ. പുതിയ ഷട്ടിയുടെ പരസ്യത്തിൽ ജോക്കികൾ നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് പോവാൻ ശ്രമിച്ചേട്ടാ. പൊക്കിക്കോട്ട് പോയേക്കാ നോക്കി. അയ്യോ നോക്കിക്ക് ഈ പെട്ടിക്ക് ഈ ബോക്സിന് വെയിറ്റ് താങ്ങുമ്പോൾ തള്ളിയിട്ട് നോക്കിയാലോ. വേണ്ട 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 പൈപ്പ് ഉണ്ട് വേണ്ട. പൈപ്പ് പൊട്ടുന്നുള്ള ഈ 500 ലിറ്ററിനേക്കാളും 2 കനമുള്ള 2 അതിന്റെ വണ്ടിക്ക് കയറിയിരിക്കുന്നത്. നാളെ അവര് വന്ന് കിണർ തേക്കും. അപ്പൊ പിന്നെ നമുക്ക് വെള്ളമില്ല. അന്ന് നാളത്തെ ഒരു ആവശ്യത്തിന് വെള്ളം ഇല്ലാണ്ടായി പോലും. അതുകൊണ്ട് രാത്രി കഴിയുന്ന അടുത്ത അവസ്ഥ കാണിച്ചു തരാം. എന്റെ അവസ്ഥയല്ല, ഇതിപ്പോ ഞാൻ തേച്ചൊരച്ചതാ കേട്ടോ. രസമാണ് കേട്ടോ. ഇതിനകത്ത് നല്ല ചൂടാണ്. വൃത്തിയാഴ്ച നോക്കി. ആർക്കെങ്കിലും ടാങ്ക് കഴുകാനുണ്ടെങ്കിൽ ഫ്രീ സർവീസ് കേട്ടോ. ഫ്രീ സർവീസ് ഒരാഴ്ചത്തെ ഫുഡ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾ പറയൂ, ഇതിനെക്കാട്ട് നല്ല ശമ്പളം ഭയങ്കര ആവി കേട്ടോ ഇതിനകത്ത്. ചൂടാ. ചെറിയ സ്പേസ് ഇവിടെ ഇരിക്കാൻ എന്തെങ്കിലും കസാര എല്ലാം കിട്ടുമോ? ചെറിയ നല്ല രസമായിരിക്കും. ചെറിയ സ്റ്റൂളുണ്ടോ കൊഞ്ചൂസേ? ഇരിക്കാൻ പറ്റില്ലടാ, സ്പേസ് കിട്ടത്തില്ല. ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടോ. എനിക്ക് വയ്യ, വെയിറ്റ് കൂടിയോണ്ട് മുട്ട ഇരിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ. പ്രായമായി വരുമല്ലേ. അത് കിളവനായി. ഇത് കണ്ടോ ഇവിടുന്ന് താഴോട്ട് പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു മുട്ട പൊട്ടുന്ന പോലെ. കമ്പിളിമാമനെ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ അത് കാണുന്നുണ്ടോ? ഇതുപോലത്തെ ചെളിയാട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ വരുന്ന ഇപ്പറേ എത്ര റിസ്ക് എടുത്തിട്ടാണ് നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വെള്ളം മാത്രല്ല, ഇത് ഒത്തിരി നാളായിട്ട് അവര് എല്ലാ ദിവസവും വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാതെ കിടന്നല്ലേ. അതുകൊണ്ട് ഈ ക്യാമറയിൽ അത്രയും ക്ലിയർ കാണുന്നത് നല്ല ചെളിയുണ്ട്. നാളെ അവര് തേക്കി തരും കേട്ടോ. അതെന്തായാലും നമുക്ക് അനുഗ്രഹമായി. അതുകൊണ്ട് നാളെ തേക്കി തരുമ്പോഴത്തേക്കും വെള്ളം ഓക്കെ ആവും കേട്ടോ. നമ്മളിത് കഴിയേണ്ടത് നമ്മുടെ മാസത്തിൽ ഒന്നേലും നമുക്ക് ടാങ്ക് ഞാൻ അവിടെ ആവുമ്പോൾ കഴുകിക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ ഇപ്പം ഇതുവരെ നമ്മുടെ ഇവിടെ 4 കോടി അഴുക്കാവത്തേ ഇല്ലായിരുന്നേ. കിണറ്റിൽ ഇതില്ല, ചേറില്ല. പക്ഷെ ഇവിടെ കഴിയണമായിരിക്കും മിക്കവാറും. അപ്പുറം തോടുണ്ട്. ഇതുണ്ടോ വൃത്തിയാവുന്നില്ലേ? ഇത്ര വൃത്തിയാകത്തുള്ളൂ മാക്സിമം. ഇതുണ്ട്, ഇതൊക്കെ കറയായി. കറയായി. ഇനിയിപ്പോ താഴെയോടെ കഴിയണം എന്റെ അമ്മ. അയ്യോ, ഇത് രാവിലെ തൊട്ട് ഞാൻ ഉരപ്പാ കേട്ടോ. ബാത്റൂം ഉള്ള ഉരപ്പായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ബാത്റൂം എല്ലാം നല്ല വൃത്തിയാക്കി വെട്ടി തെളിക്കി നമ്മള് അപ്പൊ ഇന്ന് ഇവിടെ വന്നിട്ട് ഉരപ്പാട്ടോ. ഇതുണ്ടോ പന്ത്രണ്ടേ മുക്കാലായി. 12:44 കൃത്യം. നാണമില്ലാത്ത പാതിരാത്രി കൊച്ചു പിള്ളേരെ പോലെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നവർക്ക് ആമി പോലും പറയും ഇപ്പൊ. അല്ല, ആമിക്കിളി പോലും ഇപ്പൊ പറയുന്നു. നാണമില്ലാത്ത അപ്പ ഇരുന്ന് കളിച്ചോണ്ടിരിക്കാത്ത വെള്ളത്തിൽ.
കുഞ്ഞിപ്പല്ലേ എണീറ്റടാ, അച്ഛക്ക് പോരടാ, അച്ഛക്ക് പോരോടാ. ഇച്ചിട്ട് സുന്ദരി മര്യാദ മറിയാ മിത്രം തന്നെ കൊണ്ട് ഉറങ്ങിയിട്ട് നോക്കിക്ക്. പുതിയ കടവാ ഇപ്പൊ. ഇപ്പൊ എണീറ്റ് കിടന്നല്ലേടാ മോനെ? ഇപ്പൊ എണ്ണീറ്റാണ് പിന്നെ ചാടി കയറപ്പോഴും ഇന്നത്തെ ഒരു കിടക്കുന്ന ലക്ഷ്മിക്കുട്ടി അവിടെ പോയി എല്ലാം റെഡിയാക്കിയല്ലേ മോന് നാളെ ചുമ്മായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ലക്ഷ്മിക്കുട്ടി എടി പറയാവേ കള്ളത്തരാ ഫുൾ കള്ളത്തരാ. അവൻ ഇങ്ങനെ കിടക്കത്തില്ല കേട്ടോ, രക്ഷയില്ല. അവനെ പിടിച്ചു കിടത്തില്ല. ലക്ഷ്മി സുന്ദരി സുന്ദരി കള്ള എന്തെങ്കിലും കള്ള നീ ഇവിടെ കിടന്നതിന്റെ അപ്പൻ ഇവിടെ 2-3 മണിക്കൂർ കിടക്കും. ആ വീട്ടിന് എണീറ്റ ഞാൻ പോവാണേ. രാജ പോവാണേ, കുഞ്ചി പോവാണേ, ഡാമിയുള്ളു ഡാമി വരുന്നുണ്ട്. രക്ഷയില്ലല്ലോ. അടുത്ത സൈഡിൽ ഓടിക്കുന്നുണ്ട്. ഇവള് ഭയങ്കര ഇടമാണല്ലോ. ഇത് പറയാമേ എന്റെ ചേച്ചി കൂട്ടൻ എണ്ണീറ്റേ പൊണി പൊണി രണ്ടും ലക്ഷ്മി കുഞ്ചു പോയേ അതല്ലേ മതി കിടക്കും. ഞാൻ ഇട്ടായി വെച്ച് കൊതിപ്പിച്ചിട്ടുണ്ട്. നീക്കിന് പറയാമേ ഇവിടെ പോയി മുഖം തെളിഞ്ഞിട്ടില്ല. മുഖോടെ തെളിഞ്ഞിട്ടാളെ വിളിച്ച് എണ്ണിപ്പിച്ചുണ്ട്. മുഖോടെ തെളിഞ്ഞിട്ടില്ല. എനിക്ക് മറാകെ എനിക്ക് കിരി 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 കിരി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പുജി എന്നെ വിളിച്ചേ, അച്ഛയെ വിളിച്ചേ. ആ അച്ഛയെ വിളിക്ക്, അച്ഛയെ വിളിച്ചേ, അച്ഛ അപ്പുജി വിളിച്ചേ. വിക്ക് അപ്പ വിളിക്ക്, അപ്പേന്ന് വിളിച്ചേ. അപ്പുജിയെ ഇങ്ങനെ വിളിച്ചേ. ആ അച്ഛനെ വിളിക്ക്, അച്ഛേ നീനെ വിളിച്ചേ. വിളിക്ക് താങ്കു, ഇത് താങ്കു. അച്ഛേ വിളിച്ചേ. ആ അച്ഛേ വിളിക്ക അച്ഛനെ. മിഠായി തരാന്നാറ് വിളിക്ക അച്ഛനെ. അച്ഛേ അച്ഛന്ന് വിളിക്കടോ കണ്ണ. അല്ല അച്ഛേ ഇങ്ങനെ വിളിക്കണ. അച്ഛേ ഓ ഫോൺ എടുത്താണോ വിളിക്കുന്നത് ഇപ്പുറത്ത് കിടക്കുന്ന അപ്പനെ? ഇവിടെ വിളിക്കുന്ന കള്ള. അയ്യേ വലിയ പോത്തുകാരി വന്നിരിക്കുന്നു.
വിളിക്കുന്നുണ്ടോ അച്ഛനെ? തന്നെ ഇത് കളിമ കാലൊക്കെ വെച്ച് കൊടുക്കുന്നു. തന്നെ ഇത് തന്നെ കർത്താവേ ദൈവമേ, എന്തൊരു ബോസ് ഇത് നോക്കിക്കേ. അപ്പച്ചേ വിളിച്ചേ. അപ്പച്ചിക്ക് വയ്യന്ന് പനിയാന്ന് വിളിച്ചേ. അച്ഛേ അച്ഛേ അപ്പൂച്ചേ 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 കള്ളവർക്ക് ഉറങ്ങും. അപ്പൂച്ച മോൻ തിരിഞ്ഞപ്പോ എണ്ണീച്ചപ്പോ കള്ളവർക്ക് ഉറങ്ങും. വിളിച്ചേ അപ്പൂച്ചി. ആ അച്ഛേ 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 വിളിച്ചേ. ഇങ്ങനെ വിളിക്കുന്നേ മോൻ? അങ്ങനെയല്ല ഇങ്ങനെ വിളിക്ക. അച്ഛേ അച്ഛേ എന്ന് വിളിച്ചേ. പേടിപ്പിക്കണ്ട. വെള്ളടിച്ച് 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 വങ്ങടിച്ച് എണ്ണിച്ചു